നൈസ് ആണോ? നല്ല ഫീലാണ്, നല്ല ലവ് സ്റ്റോറി. പുള്ളി നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യൂലല്ലേ. പുള്ളിക്ക് ഇപ്പൊ അവർ ഇന്നസെൻസ് ആണെങ്കിലും അവർ കള്ളത്തരം കാണിക്കാനാണെങ്കിലും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കുമല്ലേ. നല്ല നല്ല പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, നല്ല രസമല്ല. ഈ ചേട്ടൻ്റെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ മൂവിയാണ്. വേറെ ഒരു ക്യാരക്ടറാണ്. ചേട്ടൻ ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല മ്യൂസിക്കലി രസമുള്ള, കണ്ണ് നനയിക്കുന്ന നല്ല കിടല മൂവിയാണ്. എല്ലാവരും ഒന്ന് കാണാൻ പറ്റി കാണാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ലാസ്റ്റ് കുറച്ച് കരയേണ്ടി വന്നു. നല്ല പടാ, ഇഷ്ടമായി. നല്ല സിനിമയായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സൈജു കുറുപ്പ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. ഭയങ്കര നല്ലൊരു സിനിമയാണ്. ഭയങ്കര ചെറിയൊരു ആശയവും വളരെ ഭംഗിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഷംസു ബ്രോയും സജാദ് ബ്രോയും ആണ് എൻ്റെ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫർ. അജിത് ബ്രോ അതിൻ്റെ റൈറ്റർ. അപ്പോൾ എനിക്കൊന്ന് ഭയങ്കര നമുക്ക് ഒരുപാടധികം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ ഈ ഫാമിലി റൊമാൻസ്, നഷ്ടപ്രണയവും പരിപാടിയൊക്കെ. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ എമ്പുരാൻ പോലത്തെ വലിയ സിനിമകൾ ഓടുന്ന സമയത്ത് ഈ ചെറിയ സിനിമകളും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എല്ലാ മലയാളികളും ഇത് കാണണം. തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം. ഒരു കൊച്ചു മനോഹരമായിട്ടുള്ള സിനിമയാണ്. താങ്ക് യു. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ഇപ്പം എല്ലാവരും കണ്ടു. ഇപ്പം ഞാൻ സിനിമയെ പറ്റി കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കണ്ട ആൾക്കാരാണ് പറയേണ്ടത്. അപ്പോൾ ഇനി ബാക്കി ഇവരൊക്കെ പറയും. ഓക്കെ, താങ്ക് യു. ആക്ച്വലി എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാനത് ഒളിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ക്യാമറയായിട്ട് വന്നപ്പോൾ പിന്നെ ഒളിപ്പിക്കാൻ അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് വളരെ രഹസ്യമായിട്ട് തുളച്ചത്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടു. അപ്പോൾ എന്തായാലും താങ്ക് യു. അരുണൊക്കെ സംസാരിക്കും. നല്ല പടമാണ്, നല്ല ഫീലുള്ള, ഭയങ്കര. ഞാൻ ഈ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് സൈജു വരുമ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ചത്. പക്ഷെ ഗംഭീരമായിട്ട് ഉഗ്രം പെർഫോമൻസ് ആണ്. നല്ല സിനിമയാണ്. കോണ്ടന്റ് വൈസ് ഭയങ്കര രസമുള്ള സിനിമയാണ്. നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജിയും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുമെന്നാണ് എനിക്കറിയാം. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ആയിരിക്കും സൈജുവിൻ്റെ കരിയറിൽ. നല്ല പെർഫോമൻസും ഭയങ്കര സേർട്ടിലാണ്. പക്ഷേ ഇമോഷൻസൊക്കെ സൈജു ആക്ട് ചെയ്തേക്കുന്ന ഗംഭീരമായിട്ടാണ് കേട്ടോ. ഞാൻ സൈജുനെ നിർത്തിക്കൊണ്ട് പറയുന്നില്ല, പക്ഷേ ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല മ്യൂസിക്കും നല്ല ഫ്രെയിംസും നല്ല കഥയും എല്ലാവരും കൊള്ളാം. എല്ലാം നല്ല രസമാണ്. അടിപൊളിയായിട്ടോ. ഈ നമ്മൾ യൂഷ്വലി കണ്ട പോലത്തെ അല്ലാത്തൊരു ക്യാരക്ടറും നന്നായി ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. അവസാനമാകുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും. ബട്ട് സൈജു ചേട്ടൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ് അർജുൻ. എല്ലാവരും പിന്നെ ഇതൊരു ഭയങ്കര മ്യൂസിക്കൽ സിനിമ കൂടിയാണ്. കുറേ നല്ല രസമുള്ള പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ഭയങ്കര നല്ലതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അഭിലാഷം മൂവി പടം ഒരു ഫാമിലി മൂവിയാണ്. അതിൽ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമായിട്ട് എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ മെയിൻ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈജു കുറുപ്പ് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ത്രൂ ഔട്ട് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത്. പിന്നെ അഭിനയിച്ച ഓരോ ക്യാരക്ടേഴ്സും ഒരു കൊച്ചൊക്കെ ഉണ്ട്. ആ കൊച്ചൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ അർജുൻ അശോകൻ ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ഇതിൽ കോമഡി ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ ഫാമിലി പടമാണെങ്കിലും ഒരു പറയാൻ പറ്റാത്തൊരു പ്രണയം അതാണ് പടം കാട്ടുന്നത്. എന്തായാലും കൊള്ളാം. ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടം സമ്മാനിക്കുന്നുണ്ട് അഭിലാഷ്. കൊള്ളാം. ഷംസു സാഹിബ് സംവിധാനം ചെയ്തിട്ടുള്ള അഭിലാഷ് ഇപ്പം കണ്ടിറങ്ങിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രണയം പറയാതിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് ഉള്ളിൽ വെച്ചിരുന്ന് അങ്ങനെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ സോങ്സ് ഒക്കെ ഒരു രക്ഷയില്ലേ, സോങ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും, നമ്മളെ പിടിച്ചിരുത്തും സിനിമ. അതായത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്, ഒരു പ്രണയമാണ്, പക്ഷേ എന്നാലും ആ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ സൈജു ചേട്ടൻ്റെ ക്യാരക്ടറായാലും ഇപ്പം മയൂകം സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയും ഒരു പ്രണയം അത്രയും തുളുമ്പുന്ന ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അത്രയും നന്നായി ചെയ്യണം, പക്ഷെ അത് അത്രയും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് സൈജു ചേട്ടൻ. ആ ലുക്കായാലും പിന്നെ അതുപോലെ ഓരോ ഫ്രെയിമിലും ഭയങ്കര കാണാനൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുണ്ട് സൈജു ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ അതുപോലെ തൻവി ചെയ്ത ക്യാരക്ടറായാലും അതേപോലെ തന്നെ അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാവരും ഭയങ്കര മിനിമലായിട്ടുള്ളൊരു ആക്ടിങ് ആണ്, ഭയങ്കര അധികം ഓവറാക്കാതെ അത്രയും സിമ്പിളായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. നല്ലൊരു സിനിമയാണ് അഭിലാഷം. അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. എൻ്റെ ആക്ടിങ് ബേസ് ആയിരുന്നു സത്യം പറഞ്ഞ അഭിലാഷം. ആക്ടിങ് പഠിച്ചത് ഞാൻ ഇപ്പോഴും ഫുൾ പഠിച്ചോന്നൊന്നും എനിക്കറിയില്ല. ആക്ടിങ് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞു, നല്ല ഇമോഷണലായി. രസകരം മാത്രമേ ഉള്ളൂ, എല്ലാം ഒരുപാട് ഫീല്, അതെ ഒരുപാട് ഫീല് തരുന്ന പടാട്ടോ. അവസാനം വരെ എവിടെയും ഒരു ലാഗും ഇല്ല. സാധാരണ മനുഷ്യന് പോലും മനസ്സിന് എന്താ പറയുക ഒരുപാട് കുളിർമ തരുന്നതും അതേപോലെ നൊമ്പരങ്ങൾ തരുന്നതുമായ ഒരു ഭംഗിയുള്ള ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു ചെറിയ പടം. ഭയങ്കര കാണണം ശരിക്കും, അപ്പോഴേ ആ ഫീൽ. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രേമിച്ചവർക്ക് അതിന് കുറച്ചും കൂടി ഫീല് കൂടും. രാജേട്ടാ അതെ അതെ, എനിക്കിപ്പോഴും രാജേട്ട ആദ്യം തന്ന കത്തിന്റെ മണം എനിക്കിപ്പോഴും അറിയാം. അല്ല ആ മണം പെട്ടെന്ന് കിട്ടും നമുക്ക്. അത് ഇതിൽ അതാവുമ്പോ എനിക്ക് മനസ്സിലായിരുന്നു. എല്ലാരും കാണണം. താങ്ക് യു. പ്രൊഡ്യൂസർക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര എല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഫീലിങ്സ് ഉള്ള പടമാണല്ലോ. ഭയങ്കര സംഭവമൊന്നുമല്ല, ലൈക്ക് നമ്മുടെ എല്ലാ ലൈഫിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇമോഷണലി ഒരുപാട് ഇതുള്ള ഒരു പടമാണ്. അപ്പം നമ്മുടെ എല്ലാവരും ഞാനതാണ് മക്ബൂലിനോട് പറഞ്ഞത്. എനിക്ക് മക്ബൂലിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പടത്തിൻ്റെ പാട്ടുകൾ വരുമ്പോൾ എല്ലാ പാട്ടും ഒന്നിന് ഇതാണ്. മക്ബൂലിൻ്റെ ആ പാട്ടും ആ ക്ലൈമാക്സിൻ്റെ ഇതും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, സൈചേട്ടൻ്റെ നമ്മുടെ സ്വന്തം സൈചേട്ടൻ ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ് അതായിട്ട്. ഇല്ല, നമുക്ക് ഒരു വിഷമമില്ല സത്യം പറഞ്ഞാൽ. എമ്പുരാൻ്റെ ഇങ്ങനെ റിലീസ് 27th ആയിരുന്നു. 29th നമ്മുടെ പടം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് എമ്പുരാൻ എല്ലാ തിയേറ്റേഴ്സിലും ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് തിയേറ്റേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ലൈക്ക് ഒരു 3-ാം തീയതിയോ 4-ാം തീയതിയോ ഒക്കെ ആയിട്ട് ഇത് ചെയ്യാം എന്ന്. പക്ഷെ നമ്മുടെ ഒരു ഈദ് പടമാണ്, പെരുന്നാൾ പടമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം കിട്ടണമെങ്കിൽ നമ്മളിപ്പം റിലീസ് ചെയ്യണം. അതുപോലെ എമ്പുരാൻ വലിയ പടമല്ലേ, നമ്മുടേത് സാധാരണ ചെറിയ നമ്മുടെ ഫാമിലി നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധാരണ പടമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ആൾക്കാർ ഇമോഷണലി അതിനെ സംസാരിച്ചു. ചില ആൾക്കാർ കരഞ്ഞുകൊണ്ടൊക്കെ എന്നോട് വന്ന് കെട്ടിപ്പിടിച്ചു. എനിക്കത് മനസ്സിലാവും. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ, ഞാൻ ആഗ്രഹിച്ച പോലെ അങ്ങനെ വരുന്നുണ്ടല്ലോ എന്ന്. ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നാമത് റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചു ഈദിന് തന്നെ ഇറക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ എല്ലാവരും നമ്മളെല്ലാവരും ഒരുപാട് ഇതാക്കിയിട്ടാണ് ഈ പടം എത്തിയത്. അഭിലാഷം ഭയങ്കര ഒരു കൊച്ചു പടമാണ്. അങ്ങനെ വലിയ മാസോ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ചാരും വരരുത്. ഒരു കൊച്ചു പ്രണയപടമാണ്. പ്രണയം പറയാതെ പോയ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഈ സിനിമ കണ്ടിട്ടെങ്കിലും അവർക്ക് പ്രണയം പറയാൻ തോന്നട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
പിന്നെ സൈച്ചേൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റൈലാണ്, റൊമാൻസ് ഒക്കെയാണ്. തന്വി ആണെങ്കിലും നവാസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചെയ്ത എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് കാണുക, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ കാണാൻ പറ്റിയ പടമാണ്. പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും കരഞ്ഞിട്ട് ഇറങ്ങുന്നത്. എല്ലാവരും മൂവി തിയേറ്ററിൽ വന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്, അടിപൊളി, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നല്ലതാണ്, അടിപൊളിയാണ്. അടിപൊളി, നല്ല സിനിമ എല്ലാവരും കാണും. വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രണയമാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് അഭിപ്രായം. പടം നല്ല സിനിമയാണ്. നല്ല പ്രണയമുള്ള നല്ല സിനിമ. ഇപ്പോഴത്തെ ആ എമ്പുരാൻ്റെ ഒരു ടിഷ്യൂന് പകരം നല്ലൊരു പ്രണയമുള്ള സിനിമ, നല്ല സിനിമയാണ്. ഞാൻ ആ ഇമോഷനിൽ എപ്പോഴും പുറത്ത് വന്നിട്ടുള്ള ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്താ പറയട്ടെന്നറിയില്ല, ഒത്തിരി ഇഷ്ടമായി. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് എന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പോഴും ആ ഇമോഷനിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. കണ്ണ് നിറഞ്ഞത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇരുന്നിട്ട്. രക്ഷയില്ല, അടിപൊളി. എൻ്റെ അമ്മ മനസ്സിൽ എന്നും നിൽക്കാൻ പോകുന്നൊരു മ്യൂസിക് വേറെ ലെവല്, ഒന്നും പറയാനില്ല. അത് ഞാൻ പറഞ്ഞു. ഇനി ഇത് കൂടുതൽ ആളുകൾ കണ്ട് പറയട്ടെ, അഭിപ്രായം പറയട്ടെ. ആക്ച്വലി പറയാൻ കിട്ടുന്നില്ല. താങ്ക് യു. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടും അതുപോലെ നമ്മളുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ഉറങ്ങി കിടന്ന ഇമോഷൻസ് ഒക്കെ അത് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വല്ലാത്ത ഫീലുള്ള ഒരു സിനിമ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടും, അതിലൊരു സംശയമില്ല. എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ കരച്ചിൽ വരണം, അതാണ് എനിക്ക് പറയാൻ പറ്റാത്ത. താങ്ക് യു. ഹലോ. നിന്നോണ്ട് എല്ലാരും ഇരുന്ന് കാണട്ടെ, നമ്മൾ നിൽക്കാലോ. ഞാൻ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ നമ്മൾ ഈ സമയത്ത് ഇറക്കുന്നത്. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ട സമയത്ത്, ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ സൈച്ചേട്ടനോട് ഞാൻ ചോദിച്ചു, സൈച്ചേട്ടൻ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. അങ്ങനെയായിരുന്നു അത്. നമ്മൾ എമ്പുരാൻ്റെ കൂടെ എന്ന് വെച്ചാൽ ക്ലാഷ് അങ്ങനെയൊന്നുള്ള രീതിയിലല്ല, നമ്മളൊരു ഈദ് പടമാണ്, നമ്മളൊരു പെരുന്നാൾ പടമായിട്ടാണ് ഇത് ഇറക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല ഫിലിമാണ് പടം. സംഗീത സംവിധായകനോട് ചോദിക്കൂ, ഗായക ആണോ? താങ്ക് യു. എല്ലാവരും പടം തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണുക, അഭിപ്രായം അറിയിക്കുക. വേറെ എന്താ, എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ അറിയില്ല ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണും. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ടായി. ആക്ച്വലി എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുറച്ച് നാളിന് ശേഷം ഒരു വലിയ സിനിമയാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. എനിക്കിപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് അറിയില്ല, കുറച്ച് എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് നല്ല പടമാണ്. ഇപ്പോൾ ശ്രീഹരിയുടെ ആദ്യത്തെ വർക്കിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ മൊയ്തീന് ചാർലിക്കും ഒക്കെ ശേഷം എനിക്ക് കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിട്ട് ഞാൻ കരുതുന്നു. ബ്യൂട്ടിഫുൾ സോങ്ങാണ്, ഷർഫാണ് എഴുതിയിരിക്കുന്ന. അടിപൊളി പടമാണ്. ഭയങ്കര കുഞ്ഞു പടമാണ്, പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടുപോകും. നല്ല പൈസ വസൂലാണ്. നല്ല പാട്ടുകളുണ്ട്. പകലിരവുകളുടെ റബ്ബ്, ഇഹ പരമിലും തുണ റബ്ബ്, ഉടലിനുടയോൺ റബ്ബ്, റബ്ബോടിന്നെൻ ഹുബ്ബ്. ബ്യൂട്ടിഫുൾ സോങ്ങാണ്. നിങ്ങൾ കേൾക്കും, നിങ്ങൾ തിയേറ്ററിൽ വരൂ, പടം കാണും. വരൂ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്വീറ്റ്. അതെ, ഡയറക്ടറുടെ ഫ്രണ്ടാണ്. അപ്പം അതുകൊണ്ടുള്ള ഒരു സന്തോഷം കൂടുതലുണ്ട്. എല്ലാവർക്കും ഭയങ്കര വർക്കായി, ഇമോഷൻ വർക്കാവുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റ് വായിച്ച ഒരാൾ ഇങ്ങനെ തിയേറ്ററിൽ അത് കാണുമ്പോൾ എങ്ങനെയാവുന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു, ഈ ടീമിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ. പക്ഷെ അത് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ട്, മീൻസ് ഭയങ്കര സ്വീറ്റായിട്ട്, ഭയങ്കര അങ്ങനെ സന്തോഷം, കണ്ണ് നിറഞ്ഞും സന്തോഷത്തോടെയൊക്കെ കണ്ടു തീർക്കാവുന്ന ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും അഭിലാഷം തിയേറ്ററിൽ വന്ന് കാണും. അതെ, മ്യൂസിക്കൽ റൊമാൻറ്റിക്. അതെ, മ്യൂസിക് അടിപൊളിയാണ്. സൈജു ചേട്ടൻ്റെ
പെർഫോമൻസ്, സൈജുചേട്ടൻ്റെ ലുക്ക് ഇതുവരെ കാണാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഞാനൊരു രസത്തിൽ നമുക്ക് ആർക്ക് വിളിക്കാൻ തോന്നുന്ന അത്ര രസത്തിൽ പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ അഭിലാഷിനെ. ലാസ്റ്റൊക്കെ നമ്മളെ കണ്ണ് നിറയിക്കും, എന്നെ കണ്ണ് നിറയിച്ചു. അതുപോലെ നിങ്ങളെല്ലാവരും അത് കണക്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നൊസ്റ്റാൾജിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫാമിലി ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. പടം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇമോഷണലായി ഞാൻ കുറച്ച് ഭാഗത്തൊക്കെ. ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര വർക്കാണ്. ആൻഡ് ഓൾസോ ഡയറക്ഷൻ അടിപൊളിയാണ്, DOP നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് സൈജു ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കോമഡി അത് ഞാൻ എൻജോയ് ചെയ്യണത് പോലെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ ഒരു റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ റൊമാൻറ്റിക് സംഭവമൊക്കെ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം പുള്ളി നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഫെൽറ്റ് ഫ്രഷ് ടു സീ ഹിം ഓൺ സ്ക്രീൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്തായാലും അടിപൊളി പടമാണ്. അയ്യോ, ക്ലൈമാക്സ് ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പോൾ പടത്തിൻ്റെ ഇത് പോകും. അതാണ് ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി ഹാർട്ട് ടച്ചിങ്. ആൻഡ് കണ്ണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഹാങ് പറയുന്നത് മാറിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ കണ്ണ് നിറഞ്ഞു. എനിക്ക് ഭയങ്കര വർക്കായി പടം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ട് ശരി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പാട്ടെല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് തട്ടത്തിൽ എന്ന് പറയുന്ന പാട്ട് അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോവുകയാണ്. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് അത് തന്നെയാണ്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഓൾസോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളെ ഇഷ്ടമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് ഭയങ്കര വർക്കാണ്. ഐ തിങ്ക് എല്ലാവർക്കും വർക്ക് ആവട്ടെ, കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.